ഒറിക ഹീലിംഗ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡയബറ്റീസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡയബറ്റീസ് എങ്ങനെയാണ് വരുന്നത്, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡി ആകുന്നത്, അതുപോലെ എത്ര തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതെല്ലാം വിശദമായിട്ട് നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലേതെങ്കിലും ഡയബറ്റീസ് നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം അറിയുന്നത് എങ്ങനെ, അതുപോലെ എന്ത് ടെസ്റ്റുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് വിശദമായി ഇതിൽ നോക്കുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് വിശദമായി ഈ സെക്ഷനിൽ. നമ്മൾ 2 തരത്തിലുള്ള ഡയബറ്റീസ് പറഞ്ഞിരുന്നു. ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് ഡയബറ്റിസ് 2 എന്നാണ്. ഇനി രണ്ടാമത് പറഞ്ഞത് ഇൻസുലിൻ ഡെഫിഷ്യൻസി, അത് ഡയബറ്റിസ് 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റി നോക്കാം. അത് നമുക്കുണ്ടോ എന്ന് അറിയാനായിട്ട് ചെറിയ ചെറിയ സിമ്പിളുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒന്നില്ലെങ്കിൽ കഴുത്തിലോ കഷത്തിലോ കറുത്ത നിറങ്ങൾ വരും, അതൊരു ലക്ഷണമാണ്. വേറൊന്ന് നമ്മുടെ വയറിൽ ബെല്ലി ഫാറ്റ്സ്, വയറ് ചാടും, വയറ് കൂടുക, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അധികം ഭക്ഷണം കഴിക്കേണ്ട, വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വയ്ക്കുക, അങ്ങനൊരു സ്റ്റേജ്. അതുപോലെ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ഉറക്കം തൂങ്ങുക, വല്ലാത്ത ക്ഷീണമായിരിക്കും. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ലാബ് ടെസ്റ്റിലാണ് നോക്കാൻ പറ്റുക. ഇൻസുലിൻ്റെ ലെവല് അതിനകത്തിൽ കൂടുതലായിരിക്കും, അതുപോലെ ഗ്ലൂക്കോസ് ലെവലും കൂടുതലായിരിക്കും. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഉണ്ട്, HOMA-IR. ഈ HOMA-IR എന്ന് പറയുന്നത് ഫാസ്റ്റിങ്ങിലെ ഗ്ലൂക്കോസ് ലെവലും ഫാസ്റ്റിങ്ങിലെ ഇൻസുലിൻ ലെവലും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 405 എന്നൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു ലെവലായിട്ട് എടുക്കുന്നതാണ്. അത് ലാബിൽ ചെയ്യുന്നൊരു സെക്ഷനാണ് HOMA-IR ടെസ്റ്റ്. ഈ HOMA-IR ടെസ്റ്റിൽ കൃത്യമായി ഇത് റെസിസ്റ്റൻസ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് 1നും 2നും ഇടയിലായിരിക്കും. ഇത്രയും കാര്യങ്ങളും കൊണ്ട് നമുക്കറിയാൻ പറ്റും നമുക്കുള്ളത് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഷുഗർ ആണോ അതോ ഡെഫിഷ്യൻസി ആയിട്ടുള്ളതാണോ എന്നുള്ളത്. ഇനി അടുത്തത് നോക്കുന്നത് ഇൻസുലിൻ ഡെഫിഷ്യൻസിയുടെയാണ്. ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണാനുള്ളത്? അവർക്ക് അമിതമായ വിശപ്പുണ്ടായിരിക്കും, അതുപോലെ അമിതമായ ദാഹം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും, പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാൻ ഫീൽ ചെയ്യും. അതുപോലെ വെയിറ്റ് ഭയങ്കരമായിട്ട് അവർ പെട്ടെന്ന് തന്നെ കുറയും, ശരീരത്തിന് നല്ല ഹെവി ആയിട്ടുള്ള ക്ഷീണമായിരിക്കും. ചെറുപ്പക്കാരിലും കുട്ടികളിലും ഇപ്പോൾ വരുന്ന ഡയബറ്റീസ് മെയിനായിട്ട് ഈ ഇൻസുലിൻ ഡെഫിഷ്യൻസിയുടെയാണ്, അതായത് ഡയബറ്റീസ് 1 ആണ്. ഇത് ലാബ് ടെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റിങ്ങിൽ ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയിരിക്കും, ഇൻസുലിൻ ലെവൽ കുറവായിരിക്കും. അതുപോലെ സി പെപ്റ്റൈഡ് ടെസ്റ്റ് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരെണ്ണമാണ്. ഈ സി പെപ്റ്റൈഡ് ടെസ്റ്റിൻ്റെ ലെവലും കുറവായിരിക്കും. ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഡയബറ്റിക് ആയിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റിയും ഇൻസുലിൻ ഡെഫിഷ്യൻസിയെ പറ്റിയും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നൊരു ചെറിയ റൗണ്ട് ഇമേജാണിത്. അതായത് ഇൻസുലിൻ പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻസുലിൻ ഹൈ ആയിരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിൽ, ഇൻസുലിൻ ലോ ആയിരിക്കും ഇൻസുലിൻ ഡെഫിഷ്യൻസിയിൽ. ഇനി മെയിൻ പ്രോബ്ലം ആയിട്ടുള്ള കാര്യം, റെസിസ്റ്റൻസിലാണെങ്കിൽ ബോഡി സെൽസ് ഇൻസുലിനായിട്ട് റെസ്പോൺസ് ചെയ്യില്ല. ഇൻസുലിൻ ഡെഫിഷ്യൻസിയിലാണെങ്കിലോ ബോഡി ഇൻസുലിൻ പ്രൊഡക്ഷനേ ഉണ്ടാവില്ല. അതുപോലെ ബോഡി വെയിറ്റ് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ളവർക്കാണെങ്കിൽ ഓവർ വെയിറ്റ് ആയിരിക്കും, അതുപോലെ ബെല്ലി ഫാറ്റ്സ് ആയിരിക്കും. ഇനി ഡെഫിഷ്യൻസി ഉള്ളവർക്കാണെങ്കിൽ വെയിറ്റ് ലോസ് ആയിരിക്കും. റെസിസ്റ്റൻസുകാരെ പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്, അത് നേരത്തെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഡെഫിഷ്യൻസിക്കാരെ പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നാണ്. ഇതിൻ്റെ ഇൻസുലിൻ ടെസ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസുകാർക്ക് ഹൈ ഇൻസുലിൻ ലെവലായിരിക്കും, ഇൻസുലിൻ ഡെഫിഷ്യൻസിക്കാർക്ക് ലോ ഇൻസുലിൻ ലെവലായിരിക്കും. ഇതാണ് കോമൺ ആയിട്ട് പറയുന്ന കാര്യം. ഇനി നമുക്ക് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ എത്തിയാൽ അവരെ എങ്ങനെ തിരിച്ച് നമ്മളെ നോർമൽ അവസ്ഥയിൽ എത്തിക്കാം
അതിന് സ്പെഷ്യലായിട്ട് കുറച്ച് ഡയറ്റ് കാര്യങ്ങൾ നോക്കണം. ഇനി നോർമലായിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ ഏതൊക്കെയാണ്, അതെല്ലാം കൃത്യമായി ഒരു ഡയറ്റ് ചാർട്ട് രൂപേണയും ഒരു അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം വിശദമായി ഈ ഇമേജ് നോക്കി മനസ്സിലാക്കാം. ഫുഡിൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഡയബറ്റീസിന് കാരണമായി പറഞ്ഞ 3 കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അതായത് ജങ്ക് ഫുഡിനെ കുറിച്ചും റോങ് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചും ബെല്ലി ഫാറ്റ്സിനെ കുറിച്ചും. ഈ 3 കാര്യങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷൻ ആവും കൃത്യമായിട്ടുള്ള ഡയറ്റ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഡയബറ്റീസ് പേഷ്യൻറ്റിനുള്ള ഡയറ്റാണ്. അവർ ആദ്യം ചെയ്യുന്നത് രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കുള്ളിൽ തന്നെ ആദ്യം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണം. ചൂടുവെള്ളത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഡൈജഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, ബോഡി ഡീറ്റോക്സിഫിക്കേഷന് സപ്പോർട്ടായിരിക്കും, അതുപോലെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ 5 അല്ലെങ്കിൽ 6 ബദാം തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തത് കഴിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 8 മണി 9 മണി സമയത്ത് വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫുഡ് ഒഴിവാക്കിയിട്ട് വെജിറ്റബിളിൻ്റെ ഓട്സോ റാഗിയോ മില്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ചേർത്തുള്ള ഫുഡ്, അല്ലെങ്കിൽ 1 2 ചപ്പാത്തി, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഒപ്പം നല്ല വെജിറ്റബിൾ കറി അല്ലെങ്കിൽ മുട്ടക്കറി. ഇനി അതും അല്ലെങ്കിൽ പയർ മുളപ്പിച്ചത്, ഏതെങ്കിലും പയറായാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ 8 9 സമയത്ത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് 11 മണി സമയത്ത് 11-11:30 സമയത്ത് ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിക്കുക. പേരയ്ക്കോ ആപ്പിളോ പപ്പായ കുക്കുംബർ അങ്ങനെ എന്തോ ആവും. അല്ലെങ്കിൽ ഇനി ജ്യൂസ് ആയില്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൻ്റെ സലാഡ്. ആ സമയത്ത് അത്രയും ഗ്യാപ്പ് വരാൻ പാടുള്ളൂ, 1 മണി വരെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്കിനും നമുക്ക് വേണ്ട ഫുഡും കിട്ടുന്നതിനാണ് ആ ടൈമിൽ ഒരു ജ്യൂസ് ആക്കുന്നത്. ഇനി 1 മണി 2 മണി സമയത്താണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. എല്ലാവരും റൈസ് ഉപയോഗിക്കരുത്. ഇനി ഉപയോഗിക്കുന്നവരാണെങ്കിൽ 1 കപ്പ് റൈസേ ഉപയോഗിക്കാവുള്ളൂ. അതും കുത്തരിയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പച്ചരി ഒരിക്കലും ഉപയോഗിക്കരുത്. വൈറ്റ് റൈസ് ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ 2 ചപ്പാത്തി ഉപയോഗിക്കാം. അതിൽ ഹാഫ് പ്ലേറ്റ് വെജിറ്റബിൾ ആയിരിക്കണം. കറിയായിട്ട് ഉപയോഗിക്കേണ്ടത് ദാലായിരിക്കണം, അല്ലെങ്കിൽ പയറ് കറികൾ എന്തെങ്കിലും ആയിരിക്കണം. ഇനി അതും അല്ലെങ്കിൽ ഫിഷോ മുട്ടയോ തൈര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ലഞ്ചിന് അങ്ങനെയായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്. വൈകുന്നേരം ചായ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം ഗ്രീൻ ടീ കുടിക്കുക. കോഫിയോ ടീയോ കുടിക്കരുത്, ഗ്രീൻ ടീ കുടിക്കുക. ഇനി രാത്രിത്തെ ഫുഡ് എന്ന് പറയുന്നത് 7 മണി 8 മണി സമയത്ത് അതിനുള്ളിൽ കഴിച്ചിരിക്കണം നിർബന്ധമായിട്ടും. ലൈറ്റ് ഫുഡേ കഴിക്കാൻ പാടുള്ളൂ. 1 2 ചപ്പാത്തി അല്ലെങ്കിൽ ഒരു സൂപ്പ് അല്ലെങ്കിൽ ഒരു സലാഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം കഴിക്കേണ്ടത്. കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടും 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. അല്ലെങ്കിൽ 1 ഗ്ലാസ് പാലിൽ മഞ്ഞളിട്ട് പഞ്ചസാര ഇടാതെ കുടിക്കുക. അതും നല്ലതായിരിക്കും. അടുത്ത നമ്മൾ പറയുന്നത് നോർമൽ പേഴ്സൺ ഡയറ്റ് ഹാബിറ്റ്സിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ഷുഗറി ആയിട്ടുള്ള ഫുഡ്സ്, ഡ്രിങ്ക്സ്, സോഡ, കൊക്കക്കോള അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇല്ലേ, അതെല്ലാം ഒഴിവാക്കണം. പാടേ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് അതെല്ലാം. വൈറ്റ് റൈസ്, മൈദ കൊണ്ടുണ്ടാക്കിയ ഫുഡുകൾ, ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒഴിവാക്കണം. അതുപോലെ ഫ്രൈഡായിട്ടും ഓയിലി ഫുഡ്സും, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും ഓയിലി ഫുഡ്സും അവോയ്ഡ് ചെയ്യണം. അതിൽ ചിപ്സ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ വരും. അതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതുപോലെയുള്ള മറ്റൊന്നാണ് പാക്കേജ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സുകൾ. അതിൽ വരുന്നതാണ് ഈ കുക്കീസ്, സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വരില്ലേ, അതൊക്കെ അതിൽ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ്. അതുപോലെ മറ്റൊന്നാണ് പാക്ഡ് ആയിട്ട് വരുന്ന ജ്യൂസ് ഐറ്റംസ്, അതുപോലെ ഐസ്ക്രീംസ്, ബ്രെഡുകൾ, അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ വസ്തുക്കൾ. കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിരിക്കും ഈ റൈസ് ഉപയോഗിച്ചുണ്ടാക്കിയ ഫുഡിനെല്ലാം. അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഡയബറ്റീസിലേക്ക് നമ്മൾ എത്തില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, നമ്മൾ പറഞ്ഞിരുന്നു മീൽസ് സ്കിപ്പ് ചെയ്യുന്നത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഒഴിവാക്കാതെ. അത്രയും ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല. ഫുഡ് ഓരോ സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ കഴിക്കുക. കൃത്യമായ സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ പറ്റും. ഡയബറ്റീസിന് കാരണമായ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത് എക്സസൈസ് ഇല്ലായ്മയായിരുന്നു. അപ്പോൾ അതിൽ ഡയബറ്റീസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന
ഏറ്റവും നല്ലതും സിമ്പിളായതുമായ കുറച്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യത്തേത് നടക്കുക എന്നുള്ളത്. ഒരു ദിവസം ഒരു 30-45 മിനിറ്റ് ഡെയിലി നടന്നാൽ ഈ ബ്ലഡ് ഷുഗറിനെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ വെയിറ്റും കുറയ്ക്കാൻ പറ്റും. ഇനി രണ്ടാമത് വരുന്നത് ഫാസ്റ്റായിട്ട് നടക്കുക എന്നുള്ളതാണ്. ഈ ഫാസ്റ്റായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ആഴ്ചയിൽ 5 ദിവസം ചെയ്താൽ മതി. അതുപോലെ അടുത്തത് വരുന്നത് യോഗയാണ്. യോഗ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺ ബാലൻസും പാൻക്രിയാസിൻ്റെ ഫങ്ഷനും ഹെൽപ്പ് ചെയ്യും. അതിൽ യോഗയിൽ പ്രധാനപ്പെട്ട 3 പ്രാണായാമയും വജ്രാസനയും ഭുജംഗാസനയും, അങ്ങനെ 3 പ്രധാനപ്പെട്ട ഒന്നാണ്. അത് 3 ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ മറ്റൊന്നാണ് സൈക്കിള് ഓടിക്കാനുള്ള. അത് നമ്മുടെ കാലിൻ്റെ മസിൽസിനെ എല്ലാം കൂടുതൽ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി സൈക്കിൾ ഓടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സൈക്ലിംഗ് മെഷീൻസ് ഉണ്ട്. ആ മെഷീൻസ് വാങ്ങിച്ചാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഇത് നമ്മുടെ വെയിറ്റിനെയും കൺട്രോൾ ചെയ്യും, ഗ്ലൂക്കോസിനെയും കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ലൈറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയും അതിന്. അതായത് ലൈറ്റ് വെയ്റ്റ്സ് ഉപയോഗിക്കുക. അത് ഏകദേശം ഒരു 2-3 ദിവസങ്ങൾ ഒരാഴ്ചയിൽ മതി. റെസിസ്റ്റൻറ്റ് ബാൻഡ്സ് ഉപയോഗിക്കുക. ജിമ്മിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് ചെയ്താലും ബെറ്റർ ആയിരിക്കും. അതുപോലെ മറ്റൊന്നാണ് സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്, സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത്. റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ സൈഡിലോട്ട് ചെരിയണം. കംപ്ലീറ്റ് ആയിട്ട് എത്രത്തോളം ചെരിയാൻ പറ്റുമോ അത്രത്തോളം ചെരിയുക. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും ചെരിയുക. എത്രത്തോളം ചെരിയാൻ പറ്റുമോ അത്രത്തോളം. അങ്ങനെ ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഷുഗറിന് ഹെൽപ്ഫുള്ളാണ്. ബ്ലഡ് സർക്കുലേഷനും ഹെൽപ്ഫുള്ളായിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ റെഗുലറായിട്ടുള്ള എക്സസൈസും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഡയബറ്റീസ് വളരെയധികം കൺട്രോൾ ചെയ്യും. ജനറ്റിക് ബേസിലാണെങ്കിലും ഇൻഫ്ലമേഷൻ ബേസ് ആണെങ്കിലും കോർട്ടിസോൾ കൂടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ കോർട്ടിസോൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്ത് കോർട്ടിസോൾ കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനായി ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്ത് കോർട്ടിസോൾ കൂടുമ്പോൾ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും, അതായത് ഇൻഫ്ലമേഷൻസ് വരും, സ്കിന്ന് ഭയങ്കര തിന്നാവും, സ്ക്രാച്ചസ്, സ്ട്രെച്ച് മാർക്ക്, അങ്ങനെ മാർക്കുകൾ വരും. അതുപോലെ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വരും. അതുപോലെ ലേഡീസിലാണെങ്കിൽ ഹോർമോണിൻ്റെ ബാലൻസ് വ്യത്യാസം വരും, ഇംബാലൻസ് ആവും. അതായത് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആവുക, അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. അതുപോലെ തന്നെ കുട്ടികളിലൊക്കെയാണെങ്കിൽ, കുട്ടികളിലല്ല വലിയവരിലാണെങ്കിലും ആൻസൈറ്റി, മെമ്മറി ലോസ്, കോൺസെൻട്രേഷൻ്റെ കുറവ്, ഇതെല്ലാം കോർട്ടിസോൾ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് ദേഷ്യം. ഭയങ്കരമായിട്ട് ദേഷ്യം വരും, നല്ല ദേഷ്യം വരും. അതുപോലെ ആള് ഡിപ്രസ്ഡ് ഫീൽ ആയി മാറും, ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഉറക്കം കംപ്ലീറ്റ് അല്ല എന്നൊരു ഫീല്, ഉറക്കം കംപ്ലീറ്റ് ആവില്ല. എത്ര ഉറങ്ങിയാലും ആ ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടില്ല. ഈ പറഞ്ഞ ഈ ലക്ഷണങ്ങളെല്ലാം നമ്മുടെ കോർട്ടിസോൾ കൂടുന്നതിൻ്റെ മെയിൻ ലക്ഷണമാണ്. അതുപോലെ പ്രധാനമായിട്ട് വേറൊരു ലക്ഷണം കൂടി കാണും. നമ്മുടെ ഫേസ് ഫുള്ളൊരു റൗണ്ട് ഷേപ്പിൽ, മൂൺ ഷേപ്പ് ഫേസായി മാറും എന്നറിയാം. നോർമലുള്ള ആൾ പോലും ഒരു മൂൺ ഷേപ്പ് ഫേസായിട്ട് മാറും. അത് ഈ കോർട്ടിസോൾ കൂടുന്നതിൻ്റെ മെയിൻ ലക്ഷണമാണ്. കോർട്ടിസോൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് കുറയാനായിട്ട് നമുക്ക് കുറച്ച് ഹെൽത്തി സ്നാക്സ് ഉപയോഗിക്കാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം പറയട്ടെ, ആൽമണ്ട്സ്. എന്താണ്? ബദാമിൽ നന്നായിട്ട് മഗ്നീഷ്യം ആണുള്ളത്. ഇത് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, നെർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ വാൽനട്ടാണ്, അല്ലെങ്കിൽ അക്രോട്ട് എന്ന് പറയും. ഇത് നമ്മുടെ സ്കിന്നിനെ, ഹെയറിനെ, നമ്മുടെ BP, അതുപോലെ കൊളസ്ട്രോള്, ഡയബറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു നട്ടാണ് ഈ വാൽനട്ട് എന്ന് പറയുന്നത്.
അതുപോലെ നമ്മുടെ ബ്രെയിനിനെ നന്നായിട്ട് കാമാക്കാനും ഇതിന് പറ്റും. അടുത്തത് വരുന്നത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ മത്തങ്ങാക്കുരുവാണ്. ഈ മത്തങ്ങാക്കുരുവിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാഗ്നീഷ്യവും സിങ്കും ആണുള്ളത്. ഇത് നമ്മുടെ ഉറക്കത്തെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും ഉറക്കത്തെ, അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റിയും കൺട്രോൾ ചെയ്യുന്നൊരു സീഡാണത്. ആ രണ്ട് കൺട്രോളിൻ്റെ ബേസിൽ തന്നെ നമ്മുടെ കോർട്ടിസോളിനെ ബാലൻസ് ചെയ്യാനും ഈ പംകിൻ സീഡിന് സാധിക്കും. അടുത്തത് പറയുന്നത് ബനാന, നമ്മുടെ സാധാരണ പഴം. ആ പഴത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം മാഗ്നീഷ്യം ആണ് കാണപ്പെടുന്നത്. ഇത് ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷേ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ആഴ്ചയിൽ 2 തവണ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് വരുന്നത് ഫ്രൂട്ടാണ്, ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. അത് പപ്പായ, ആപ്പിള്, ഓറഞ്ച്, പേരയ്ക്ക. ഇതിൻ്റെ എല്ലാം ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ട്, ഫ്രഷ് ഫ്രൂട്ടായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് വൈറ്റമിൻ സി അധികം കിട്ടും. സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. അതേപോലെ അടുത്തതാണ് കർഡ് അല്ലെങ്കിൽ തൈര്. നമ്മുടെ ഡൈജഷന് വേണ്ട എല്ലാ ഹെൽപ്പുകളും തരുന്ന ഒന്നാണ് തൈര്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും കപ്പാസിറ്റി ഉള്ളതാണ് തൈരിന്. മറ്റൊന്നാണ് ഡാർക്ക് ചോക്ലേറ്റ്. നമ്മുടെ ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമുള്ള, ഒറിജിനൽ കിട്ടാൻ വളരെ പ്രയാസമുള്ളൊരു ഐറ്റമാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നമ്മുടെ മൂഡിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ കോർട്ടിസോളിനെ വളരെയധികം റെഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് മധുരമല്ല, കയ്പ്പാണ് ഉണ്ടാവുക. ഡാർക്ക് ചോക്ലേറ്റിന് ഹെവി കയ്പ്പായിരിക്കും, അത്രയും മധുരം ഫീൽ ചെയ്യില്ല. അടുത്തൊരു ഐറ്റമാണ് ക്യാരറ്റ് കുക്കുംബറിൻ്റെ സ്ലൈസുകൾ. അതും നമ്മുടെ ഒരു ഹെൽത്തി സ്നാക്കാണ്. ബോഡിയെ കാമാക്കാനും ഇതിൻ്റെ സ്ട്രെസ്സിൻ്റെ റിഡക്ഷനും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇതിൻ്റെ ജ്യൂസുകൾ കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇത്രയും ഐറ്റംസ് ഏകദേശം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോർട്ടിസോളിനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ജങ്ക് ഫുഡ്സ്, എക്സസ് ഷുഗർ, ഫ്രൈഡ് സ്നാക്സ്, ടൂ മച്ച് ആയിട്ടുള്ള കഫീൻ യൂസുകൾ, കോഫി, ടീ, അതെല്ലാം ഉപേക്ഷിക്കണം. നമുക്ക് ഗ്രീൻ ടീ ആണ് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ നല്ലത്. ബാക്കിയെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് കോർട്ടിസോൾ കുറയ്ക്കാനുള്ള ചില നാച്ചുറൽ ആയിട്ടുള്ള വഴികളാണ്. അതൊരു ചെറിയ ടിപ്സാണ്. അതായത് ഡെയിലി കുറച്ച് നേരം റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. അത് നമ്മുടെ സ്ട്രെസ്സിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. കോർട്ടിസോൾ അത് വളരെയധികം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് നല്ല കൃത്യമായ ഉറക്കം. 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുക. രാത്രി 10നും 11നും ഇടയ്ക്ക് തന്നെ ഉറങ്ങിയിരിക്കണം. ലിമിറ്റായിട്ട് ഫോണ് യൂസ് ചെയ്യുക, എപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്. അത് കോർട്ടിസോളിനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാം. ഒന്നിൽ യോഗ അല്ലെങ്കിൽ നടക്കുക, ഓടുക, അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാം. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഒരു 15-20 മിനിറ്റ് സൂര്യപ്രകാശം ബോഡിയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഹോർമോൺസിനെ എല്ലാം തന്നെ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന എന്ത് ടെക്നിക്കാണെങ്കിലും യൂസ് ചെയ്യുക. സ്മൈൽ തെറാപ്പി ചെയ്യുന്നുണ്ട്, അതുപോലെ പോസിറ്റീവ് തോട്ട്സ് തിങ്കിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹോബീസ് വരയ്ക്കുകയോ പാടുകയോ അങ്ങനെ വായിക്കുകയോ അങ്ങനെ എന്താണോ നമ്മുടെ ഹോബീസ്, നമുക്ക് എവിടെയാണോ റിലാക്സ് കിട്ടുന്നത് ആ ടെക്നിക്കുകൾ അവിടെ യൂസ് ചെയ്യാം. ഇനി ആറാമത്തെ പറയുന്ന ഒന്നാണ് ചായ കാപ്പി കുടിക്കുന്നത് ഒഴിവാക്കുക. കഫെയിൻ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ കോർട്ടിസോൾ റൈസ് ചെയ്യും. ഇനി അടുത്തതാണ് മീൽസിൻ്റെ ടൈമിങ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട ഒന്നാണ്. സ്കിപ്പ് ചെയ്യാതിരിക്കുക മീൽസ് ടൈം, അതായത് ലോങ് ഫാസ്റ്റിംഗ് വെക്കരുത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സോഷ്യൽ കണക്ഷൻ. അതായത് മറ്റുള്ളവരുമായിട്ട്, ഫാമിലിയായിട്ട്, ഫ്രണ്ട്സായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തുക. ഇത് നമ്മുടെ ഇമോഷണൽ സ്ട്രെസ്സുകളെല്ലാം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത്രയും നാച്ചുറൽ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ കോർട്ടിസോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്ത് കുറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ഡയബറ്റീസിന് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു പേഷ്യൻസ് ആണെങ്കിൽ ഒരിക്കലും മറ്റൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി എന്ന് കരുതിയോ അല്ലെങ്കിൽ ഈ ഡയറ്റുകൾ മറ്റു കാര്യങ്ങൾ നോക്കി എന്ന് കരുതിയോ നമ്മുടെ ടാബ്ലറ്റ് ഒരിക്കലും നിർത്തരുത്. അത് നമ്മുടെ ബോഡിയുടെ ഫുൾ മെറ്റബോളിസത്തെ തകിടം മറിക്കും. അപ്പോൾ ഒരിക്കലും ഡയബറ്റീസിൻ്റെ ടാബ്ലറ്റുകൾ പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ഒന്നല്ല. അത് നിർത്തേണ്ടതായ ഒരു രീതികളുണ്ട്. അതായത് ടാബ്ലറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രകൃതിദത്ത ചികിത്സകളും ഒപ്പം ഡയറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ
ഒരു ഏകദേശം ഒരു 21 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഫസ്റ്റ് 21 ദിവസം കണ്ടിന്യൂസ് ടാബ്ലറ്റോടൊപ്പം ഇത് ചെയ്ത ശേഷം ഫാസ്റ്റിങ്ങിൻ്റെ ഇൻസുലിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ അവസ്ഥയുടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടാവും. ആ നോർമൽ അവസ്ഥയിൽ നിന്ന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതേ ഡയറ്റും ഇതേ ടാബ്ലറ്റും പോയാൽ നോർമൽ അവസ്ഥയിൽ നിന്ന് താഴേക്ക് വരും. ഈ താഴേക്ക് വന്നാൽ നമുക്ക് ടാബ്ലറ്റിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. ഈ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവന്നാണ് നമ്മൾ ടാബ്ലറ്റുകൾ നിർത്താൻ കഴിയുള്ളൂ. അങ്ങനെ നിർത്താൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഈ ഡയറ്റ് കൊണ്ടും ഈ എക്സസൈസ് കൊണ്ടും ഈ പ്രകൃതിദത്തമായ രീതികൾ കൊണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഒരിക്കലും ഒരു ടാബ്ലറ്റ് നിർത്തരുത്. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഉപദേശത്തോടു കൂടി തന്നെ ഈ ഡയറ്റുകളൊക്കെ നമ്മൾ എടുത്ത ശേഷം ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്ത് ഒരു ഡോക്ടറിൻ്റെ ഉപദേശത്തോടു കൂടി തന്നെ ടാബ്ലറ്റുകൾ ഫ്രീക്വൻസി കുറച്ച് നിർത്തുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും ഏകദേശം എങ്ങനെയാണ് ഡയബറ്റീസ് നമുക്ക് വരുന്നതെന്നും എങ്ങനെ നമുക്ക് ഇത് ബോഡിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റാൻ പറ്റുന്നുള്ള വഴികളും രീതികളും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വിഷയവുമായി അടുത്ത സെക്ഷനിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.